ആദ്യം നമുക്ക് ഫാമിലി വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. എവിടെയാണ് നാട്, വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അവിടെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തൊരു ചെമ്മാണിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പറായിട്ട് കമ്പനിയും വീടും തൊട്ടടുത്താണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ മരണപ്പെട്ടു, എട്ട് മാസമായി. അമ്മയുണ്ട്, പിന്നെ വൈഫ് സരിക, പിന്നെ 3 പിള്ളേർ. 3 കുട്ടികൾ. 3 കുട്ടികളപ്പോൾ എന്ത് ചെയ്യുന്നു? വലിയ ആൾ SSLC 10ാം ക്ലാസ്സാണ്, രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്സിൽ, ചെറിയ ആൾ LKG. അപ്പം നമ്മളിനി നമ്മുടെ ബിസിനസ് ഫീൽഡിലേക്ക് വരാം. ഇൻസ്പയറിംഗ് സ്റ്റോറി, ടച്ചിങ് സ്റ്റോറി ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് മലബാർ ഫുഡ്സ് ആൻഡ് വീനസ്റ്റ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മലബാർ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് പപ്പടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പപ്പടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു 14 വർഷം കഴിഞ്ഞപ്പോൾ പപ്പടം, പുളി, കൊണ്ടാട്ടം അങ്ങനെ ഐറ്റംസുകളാണ് നമ്മൾ ലൈൻ സപ്ലൈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിലൂടെ ഒരു 4-5 ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വീനസിലേക്ക് മാറാൻ ഉദ്ദേശിച്ചത് നമ്മൾ മലബാർ ഫുഡ്സിന് ഇങ്ങനെ വിപുലമായ രീതിയിലേക്ക് നമ്മൾ മറ്റു ഡിസ്ട്രിക്റ്റിലേക്ക്, അതുപോലെ അതർ സ്റ്റേറ്റിലേക്ക്, അതർ കൺട്രീസിലേക്കൊക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരിനൊരു പ്രശ്നമാണ്, ഒരു കോമൺ നെയിം അല്ലേ മലബാർ. അപ്പോൾ നമുക്കൊരു ട്രേഡ് മാർക്ക് ഇഷ്യൂ വന്നു. അപ്പോൾ ഒരു ഡിഫറൻറ്റ് പേര് വേണമെന്ന് നമ്മൾ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇതൊരു ഗ്രീക്ക് വേർഡാണ് വീനസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്താണ്. അപ്പോൾ ആക്ച്വലി മലബാർ ഫുഡ്സും വീനസ്റ്റും സെയിം കമ്പനിയാണല്ലേ? സെയിം കമ്പനി, സെയിം ഫുഡ്സ് ആൻഡ് സെയിം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് നമ്മൾ ഈ പേരിലേക്ക് എന്തൊരു ചേഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മലബാർ ഫുഡ്സിന്റെ എല്ലാ പ്രൊഡക്റ്റിന്റെ നെയിമും അങ്ങനെ വീനസ് എന്നാക്കുമോ? വീനസ്റ്റിലാണ് ഇനി അറിയപ്പെടുക. ഓക്കെ. അപ്പോൾ മലബാർ ഫുഡ്സ് അല്ല, ഇനി വീനസ്റ്റ് എന്ന പേരിലാണ് ഇനി അറിയപ്പെടുക. അപ്പോൾ ഈ മലബാർ ഫുഡ്സിന്റെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീനസ്റ്റിന്റെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പം നിലവിൽ നമ്മൾ വീനസ്റ്റിൽ പപ്പടം തന്നെയാണ് നമ്മളെ മെയിൻ. നമ്മളെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പപ്പടത്തിലാണ്. പിന്നെ പുളിയുണ്ട്, പിന്നെ കൊണ്ടാട്ടം. ഇതൊക്കെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ, പാരമ്പര്യ രീതിയിൽ, എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി രീതിയിൽ മാത്രം ചെയ്യുന്ന പ്രൊഡക്റ്റ്, നമുക്ക് പൂർണ്ണമായിട്ടും അറിയുന്ന പ്രൊഡക്റ്റ് മാത്രം മതി നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ തീരുമാനം. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഫുഡ് പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. അതെ. ഇപ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് അറിയാം, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ മുളകൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പാരമ്പര്യ രീതി അറിയാമല്ലോ. നമ്മൾ തൈരിലൊക്കെ ഇട്ട് വീണ്ടും വെയിലത്തിട്ട് വീണ്ടും തൈരിലേക്ക് ഇട്ട് അങ്ങനെ ഒരു ട്രഡീഷണൽ രീതി മെത്തേഡിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീനസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ വീനസ്റ്റിൽ ഓഫ്ലൈൻ കാര്യങ്ങളെല്ലാം സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് വീനസ്റ്റിൽ മാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ ഇത് കഴിച്ച് നമ്മുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് നമ്മളോട് വിളിക്കാറുണ്ട്. ഇത് അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യാനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മാം ആണ് അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠനമാണോ മാം പൂർത്തിയാക്കിയത്? അല്ലല്ല, ഞാൻ അതുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ഉപകാരപ്പെട്ടു. നമ്മുടെ കമ്പനിയിലെ ഫുഡ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈക്രോബയോളജിസം തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ടെല്ലാം നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ മൈക്രോബയോളജിസം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അതെ. ഫുഡ് ടെക്നോളജിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഷയമാണല്ലോ, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടച്ചിങ് ആൻഡ് ഇൻസ്പയറിംഗ് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം പലരും ഒരു സമ്പാദിക്കാൻ തോന്നുമ്പോൾ തീർച്ചയായിട്ടും അവർ പോകുന്ന ഒരു ജോബിലേക്കായിരിക്കും. പക്ഷേ സാർ എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് എത്തിയത്? സാറിൻ്റെ ആ ഒരു പഠന കാലഘട്ടം അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഒരു 16 വയസ്സിലാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് കുട്ടിക്കാലം മുതലേ വീട്ടിലേക്ക് സമ്പാദ്യ പ്രശ്നവും കാര്യങ്ങളും, കർഷക കുടുംബമാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക പിരിമുറുക്കം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്തിന് എനിക്ക് അച്ഛനെങ്ങനെ സഹായിക്കണം. അച്ഛൻ എപ്പോഴും രാവിലെ ഒരു 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കഷ്ടപ്പാടാണ്, പണിയോട് പണി. നമ്മൾ കാണുമ്പോൾ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴെപ്പോഴും എന്തായിരുന്നു അന്നൊക്കെ കൃഷി ചെയ്തിരുന്നത്? കൃഷി നെല്ല്, പൂള, അങ്ങനെ കപ്പയല്ലേ, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിലൊക്കെ കവുങ്ങും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയല്ലോ, നെല്ലും മറ്റുള്ള സാധനങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും പണിയും കാര്യങ്ങളായിട്ട് നമുക്ക് എപ്പോഴും അച്ഛനെ കാണുമ്പോൾ ആ ഒരു ടയേർഡായ രീതിയിലായിരിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുള്ള രീതി മാത്രമേ എൻ്റെ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറാവണോ എഞ്ചിനീയർ ആണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. എനിക്ക് അച്ഛനെ എങ്ങനെയും കുറച്ച് സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് രീതി ചിന്തിച്ചിരുന്നു. അപ്പോൾ എൻ്റെ വയസ്സിൻ്റെ കൂടെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും വലുതാവില്ല. അങ്ങനെ 16 വയസ്സിൽ നമ്മൾ ഫസ്റ്റ് ബോംബെയിലേക്ക് നാട് വിട്ട് പോകുന്ന ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ വലിയ സംഭവമായിട്ടാണല്ലോ വരിക. അങ്ങനത്തെ ചിന്തിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പോൾ കുറച്ച് പ്രായമാവുന്ന വരെ നമ്മൾ 16 വയസ്സിൽ നമ്മൾ പ്രീ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു തട്ടുകട ഉണ്ട് അവിടെ. കുറേ ആളുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒന്നും ക്ലിക്കായിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഫ്രീ ആണല്ലോ, അപ്പോൾ നമ്മളത് എടുത്തിട്ട് അത് ചെറിയ റെൻറ്റോ കൊടുത്തിട്ട് എടുത്ത് നമ്മൾ ചെയ്ത് നോക്കി. എൻ്റെ ഫസ്റ്റത്തെ കാൽവെപ്പാണ്.
അപ്പോൾ അത് അത് 16 വയസ്സിൽ 16 വയസ്സിൽ. പക്ഷേ വളരെ നല്ല രീതിയിൽ ക്ലിക്കായി. പല ആളുകളും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നു. കാരണം പല ആളുകളും ചെയ്തിട്ട് ശരിയായിട്ടില്ല, നല്ല 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 രീതിയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ആ തട്ടുകടയിൽ നിന്ന് പോലും എനിക്ക് നല്ലൊരു പണം എടുത്തിട്ട് അച്ഛന് സഹായിക്കാനൊക്കെ പറ്റിയത് നല്ലൊരു ആ സമയത്ത് എനിക്ക് നല്ലൊരു കാലഘട്ടത്തിലായിരുന്നു. അത് 2002 സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അന്ന് അങ്ങനെ സഹായിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു സമയത്ത്, നല്ല രീതിയിൽ മീൻസ് ആ സമയത്തിനനുസരിച്ച് നല്ല രീതിയിൽ പോകുമായിരുന്നു, നമ്മൾ സംതൃപ്തിയോട് പോകുന്ന സമയത്ത്. തീർച്ചയായിട്ടും 16 വയസ്സുകാരൻ അങ്ങനെ ആ സമയത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ സക്സസും കൂടെ ആവാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞില്ല ഈ സന്തോഷം. അപ്പോൾ അതിന് മുമ്പേ റോഡ് വികസനം വന്നതോടെ നമ്മളൊരു ചെറിയൊരു പെട്ടിക്കട എടുത്ത് മാറ്റി ഇവിടുന്ന് അങ്ങനെ അത് അസ്തമിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു തട്ടുകട തുടങ്ങാൻ തോന്നിയില്ല? ഇല്ല, അവിടെ നമുക്ക് ഇതൊരു ഏരിയയാണ്, ഏരിയ ബേസ് ചെയ്തുള്ള കച്ചവടം അല്ലേ. പിന്നെ നമുക്ക് അപ്പോഴേക്കും നമുക്കങ്ങനെ വലിയ രീതിയിൽ ചെയ്യാനുള്ള, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഫുള്ളായിട്ട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വാടക റെൻറ്റും കൂടുതൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്, പല ആളുകളും നമ്മൾ സഹകരിച്ചിരുന്നു, അത്യാവശ്യം നല്ല കച്ചവടത്തിലേക്കൊക്കെ വന്നിരുന്നു. പിന്നെ വേറെ ഏരിയയിൽ ചെയ്താൽ ആ ഒരു ഇത് കിട്ടില്ല എന്ന് തോന്നി. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു തുണിയൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിന് കൊടുക്കുന്നൊരു സംഭവമൊക്കെ തുടങ്ങി. കുറച്ച് മാസം നമ്മളവിടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാക്സിമം സക്സസ്സിലേക്ക് എത്താറുണ്ട്. ചെറിയ പരിപാടിയാണെങ്കിലും ആ സമയത്ത് തന്നെ നമ്മൾ സക്സസ് ആക്കാറുണ്ട്. അത് ചെയ്ത് നമ്മളൊരു 5-6 മാസം ചെയ്തു. അതിന് ശേഷം നമ്മൾ അപ്പോഴേക്കാണ് ഒരു സിംഗർ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടല്ലോ, ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. അതിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഒരു 5-6 മാസം അത് ചെയ്ത് അപ്പോഴേക്കൊരു 18 വയസ്സാവാറായി. അപ്പോൾ ഞാൻ നേരെ ബോംബെയിലേക്ക്, എൻ്റെ അളിയൻ അവിടെ ഒരു സൂപ്പർവൈസറാണ് ബോംബെ ഡാങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അതിലങ്ങനെ എൻ്റെ വിചാരം ഈ സൂറത്തും ബോംബൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അന്നൊന്നും ഫോൺ സൗകര്യമില്ലല്ലോ, നമുക്ക് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിളിച്ച് പറയാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരെ സൂറത്തിലേക്ക്, എൻ്റെ ഒരു അയൽവാസി കയറിയ സമയത്ത് സൂറത്തിലേക്ക് അദ്ദേഹത്തെ ഇവരുടെ കൂടെ ഒരു വൈഫാണ് കയറിയത്, അങ്ങോട്ട് പോയിരുന്നു. ആ പ്രായത്തിൽ അപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ അമ്മച്ചനും നല്ല സപ്പോർട്ടായിരുന്നു? അന്ന് സപ്പോർട്ടായിരുന്നു. കാരണം വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ, പിന്നെ ഇവരുടെ കൂടെ പോവല്ലേ. അപ്പോൾ ഞാൻ വിളിച്ച് പറയാൻ പറ്റിയില്ല, അളിയനെ വിളിച്ച് പറയാൻ പറ്റിയില്ല, സമ്മതം ചോദിക്കാനൊന്നും പറ്റിയില്ല. അതിൽ ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്ത് അങ്ങോട്ട് പോയി. യാത്ര പറയാനൊന്നും പറ്റിയില്ല, അങ്ങോട്ട് പോയി. എപ്പോഴും പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സൂറത്തിലേക്ക് എത്തി. അവിടെ പ്ലാനിംഗ് ഒന്നുമില്ല, നമുക്ക് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അപ്പോൾ ചെയ്യണം. അതെൻ്റെ ഒരു കുറവും കൂടുതലുമാണ്. നേട്ടവും കോട്ടവും ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ അങ്ങനെ സൂറത്തിലേക്ക് എത്തി. പക്ഷേ സൂറത്തിലെത്തിയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോഴേക്കും പിന്നെ അവിടുത്തെ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വിഷയമായി. അങ്ങനെ ഒരു 3 മാസമൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഹോട്ടൽ പണിയും കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ 3 മാസം പിടിച്ച് നിൽക്കണം. അങ്ങനെ ഒരു ഹോട്ടൽ പണിയും കൂടെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അളിയൻ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞിട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന സമയത്താണ് നമുക്ക് കാര്യം മനസ്സിലായത്. അവിടെ 20 വയസ്സാവാതെ ഈ കമ്പനീൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ കയറ്റില്ല. കാരണം ഒരു പ്ലാന്റ് അല്ലേ, അപ്പോൾ അതിലേക്ക് കയറ്റില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ അന്ന് കൊങ്കൺ റെയിൽവേ ഒന്നുമില്ല, ട്രെയിനൊന്നുമില്ല. അപ്പോൾ ഒരു 2 മാസം വീണ്ടും അവിടെ ഇരുന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെ നേരെ ഏട്ടൻ ആർട്ടിസ്റ്റാണ് അന്ന് ആ സമയത്ത്, ഈ ജ്വല്ലറികളുടെയൊക്കെ പരസ്യം ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിലങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു വർഷത്തോളം കൊണ്ടുപോയി. നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. അഡ്വർടൈസിംഗ് ഫീൽഡിലേക്കും കടന്നു.